2025 ജൂൺ. ആന്ധ്രാപ്രദേശിലെ ഒരു കനാലിൻ്റെ തീരത്ത് പുലർച്ചെയോടെ എത്തിയ നാട്ടുകാർ ആദ്യം ശ്രദ്ധിച്ചത് വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന ഒരു മനുഷ്യ ശരീരമായിരുന്നു. അത് ആരാണെന്ന് അപ്പോൾ ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ മൃതദേഹം തിരിച്ചറിഞ്ഞപ്പോൾ 2 സംസ്ഥാനങ്ങളിൽ ഞെട്ടിച്ചൊരു കൊലപാതക കേസിൻ്റെ തുടക്കമായിരുന്നു അത്. അഴുകി ജീർണിച്ച മൃതശരീരം. ആളാരാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല. ഈ ദുരൂഹത നീക്കാനുള്ള നമ്മുടെ അന്വേഷണം കൊണ്ടുചെന്നെത്തിക്കുന്നത് വിചിത്രമായ കുറേ മനുഷ്യരുടെ ഇടയിലേക്കാണ്. ക്രൈം ഡീകോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. തെലങ്കാനയിലെ ഗദ്വാൾ പ്രദേശത്ത് രാജവീഥി നഗർ. അവിടെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച തേജശ്വർ. അച്ഛൻ, അമ്മ, ഇരട്ട സഹോദരൻ തേജവർദ്ധൻ, പിന്നെ തേജശ്വറിൻ്റെ ഭാര്യ ഐശ്വര്യ എന്നിവരായിരുന്നു ആ വീട്ടിൽ ഉണ്ടായിരുന്നത്. 1 മാസം മുൻപായിരുന്നു തേജശ്വറിൻ്റെ വിവാഹം. അയാളെ അടുത്തറിയാവുന്നവർ പറയുന്നത് വളരെ സൗഹൃദപരവും കഠിനാധ്വാനിയുമായിരുന്നു അയാൾ എന്ന്. ജീവിതത്തിൽ സ്വന്തം കഴിവുകൊണ്ട് മുന്നേറിയ ഒരാളായിരുന്നു അയാൾ. ലാൻഡ് സർവേയർ ആയിരുന്ന തേജശ്വർ ഒരു ഡാൻസ് മാസ്റ്റർ കൂടിയായിരുന്നു. പ്രാദേശിക പരിപാടികളിൽ ഡാൻസ് പരിശീലിപ്പിക്കുന്ന ആളായിരുന്നു അയാൾ. തൻ്റെ കുടുംബത്തിന് തന്നെക്കൊണ്ടാകുന്ന വിധം നല്ലൊരു ഭാവി ഉണ്ടാക്കണം എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. തേജശ്വറിൻ്റെ ഭാര്യ ഐശ്വര്യയുമായുള്ള വിവാഹത്തിന് വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു. കാരണം വിവാഹത്തിന് ഒരാഴ്ച മുൻപ് അവർ പണമില്ലാത്തതിൻ്റെ പേരിൽ എവിടേക്കോ ഓടിപ്പോയിരുന്നു. എന്നാൽ ഇതറിഞ്ഞ തേജശ്വർ അവളോട് സഹതാപം തോന്നി വിവാഹം കഴിച്ചു. അങ്ങനെ അത്രയും നല്ലൊരു സ്വഭാവത്തിന് ഉടമയായിരുന്നു അവൻ. അങ്ങനെ വിവാഹം കഴിഞ്ഞു. സന്തോഷം നിറഞ്ഞ നാളുകളായിരുന്നു കടന്നുപോയത്. തേജശ്വർ തൻ്റെ ജോലികളുമായി മുന്നോട്ട് പോയി. അങ്ങനെ 2025 ജൂൺ 17 ജോലി സംബന്ധമായ ഒരു ഫോൺ കോൾ വരുന്നു. ഭൂമി സർവേ നടത്താനായിരുന്നു അത്. ഭൂമി സർവേ ചെയ്യേണ്ട ഒരു ജോലിയുണ്ടെന്നും അതിനായി ഉടൻ എത്തണമെന്നുമായിരുന്നു അറിയിച്ചത്. സ്വകാര്യ സർവേ ജോലികൾ പതിവായിരുന്നതിനാൽ അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ തന്നെ ജോലിക്കായി പോകുന്നു. എന്നും വരുന്ന സമയമായിട്ടും തേജശ്വറിനെ കാണാനില്ല. സമയം നീണ്ടു പോയിക്കൊണ്ടിരുന്നു. രാത്രി വളരെ വൈകിയിട്ടും അയാൾ എത്തിയില്ല. ഫോണും സ്വിച്ച് ഓഫ്. മണിക്കൂറുകൾ, ദിവസങ്ങളായി. എന്നിട്ടും തേജശ്വറിനെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. ഒടുവിൽ കുടുംബം പോലീസിൽ പരാതി നൽകി. അന്വേഷണം ആരംഭിച്ചു. മധുവിധ കഴിയും മുൻപേ തേജശ്വറിൻ്റെ ഭാര്യ ഐശ്വര്യ വലിയൊരു സങ്കടത്തിലേക്കാണ് ചെന്നെത്തിയത്. വീട്ടിലും സുഹൃത്തുക്കളോടും എല്ലാ കാര്യങ്ങളും വിശദമായി ചോദിച്ചറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ വെച്ചും അന്വേഷണം ആരംഭിച്ചു. എന്നാൽ ശത്രുക്കളായി ആരുമില്ലാതിരുന്ന തേജശ്വറിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി മാറി. കാണാതായിട്ട് 4 ദിവസങ്ങൾ പിന്നിട്ടു. ആന്ധ്രാപ്രദേശിലെ ഗദ്വാളിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയുള്ള നന്ദിയൽ ജില്ലയിലെ കനാലിനരികിലൂടെ പോയ നാട്ടുകാർ വെള്ളത്തിൽ അസ്വാഭാവികമായി എന്തോ കണ്ടു. അടുത്തെത്തിയപ്പോൾ ഒരു മൃതദേഹം. ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചു അവർ. അഴുകി ദ്രവിച്ച ഒരു മൃതദേഹമായിരുന്നു അത്. ഉടൻ തന്നെ പോലീസ് അന്വേഷിച്ചത് ഏതൊക്കെ മാൻ മിസ്സിംഗ് കേസുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഒന്നായിരുന്നു തേജശ്വറിൻ്റെ കേസ്. പോലീസ് ഉടനെ തന്നെ തേജശ്വറിൻ്റെ കുടുംബത്തെ വിവരമറിയിച്ചു. അച്ഛനും സഹോദരനും എത്തി. എന്നാൽ മൃതദേഹം അഴുകിയതിനാൽ തിരിച്ചറിയാൻ സാധിച്ചില്ല. അവർ മടങ്ങാൻ നേരമാണ് കൈത്തണ്ടയിൽ അടിച്ചിരുന്ന ടാറ്റു കണ്ടത്. അമ്മ എന്ന് എഴുതിയതായിരുന്നു ആ ടാറ്റു. അങ്ങനെ അവർ തേജശ്വറിനെ തിരിച്ചറിഞ്ഞു. പോലീസ് ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. പ്രത്യേകിച്ച് തെളിവുകളൊന്നും കണ്ടെത്താനായില്ല. 200 കിലോമീറ്റർ ദൂരത്ത് തേജശ്വർ എത്തിയത് എന്തിനായിരുന്നു? ആരെങ്കിലും കൊന്നതാകുമോ? എന്നിട്ട് മൃതദേഹം ഇവിടെ ഉപേക്ഷിച്ചതാണോ? എന്നിങ്ങനെയെല്ലാം ചോദ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ കുഴക്കിക്കൊണ്ടിരുന്നു. മൊബൈൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൂടുതൽ ശക്തമായി. സർവേ ജോലിക്കായി വിളിച്ച ഫോൺ കോൾ അത് വ്യാജമായിരുന്നു എന്ന് കണ്ടെത്തി. വീട്ടുകാരുമായി കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്ന് പോലീസിനെ ഞെട്ടിക്കുന്ന ഒരു വസ്തുത മനസ്സിലാക്കി. ഐശ്വര്യമായുള്ള വിവാഹം തേജശ്വറിൻ്റെ വീട്ടുകാർ എതിർത്തിരുന്നു. എന്തെന്നാൽ വിവാഹത്തിന് ഒരാഴ്ച മുൻപ് എവിടേക്കോ ഒളിച്ചോടിപ്പോയ ഒരു പെണ്ണിനെ സ്വീകരിക്കാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, വിവാഹശേഷം തേജശ്വർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഐശ്വര്യ മുഴുവൻ സമയവും ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. വീട്ടുകാരുടെ ചോദ്യത്തിന് മറുപടിയായി അവൾ പറഞ്ഞത് അമ്മയും തൻ്റെ സുഹൃത്തുക്കളുമാണ് ഫോൺ വിളിക്കുന്നത് എന്നായിരുന്നു. ഐശ്വര്യയുടെ ഫോൺ പരിശോധിച്ചു. വിവാഹത്തിന് ശേഷം ഒരേ ഒരു നമ്പറിലേക്ക് മാത്രം പോയത് 2000 കോളുകളാണ്. ഈ വിവരങ്ങൾ നോട്ട് ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥർ ഐശ്വര്യയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തീരുമാനിച്ചു. ആ അന്വേഷണം ചെന്നെത്തിയത് ഞെട്ടിക്കുന്ന ചില വസ്തുതകളിലേക്കായിരുന്നു.
ഐശ്വര്യയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. ആന്ധ്രാപ്രദേശിലെ കർണൂർ ജില്ലയിലായിരുന്നു അവളുടെ ജനനം. അവളുടെ അമ്മ സുജാത. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിധവയാകേണ്ടി വന്ന ഒരാളാണ് ഐശ്വര്യയുടെ അമ്മ. മകളെ പഠിപ്പിക്കാനും വളർത്താനുമായി ഒരു സ്വകാര്യ ബാങ്കിൽ സ്വീപ്പറായി ജോലിക്ക് പോയിരുന്നു. അവിടുത്തെ മാനേജറായിരുന്ന തിരുമല റാവുമായി സുജാതയ്ക്ക് ഒരു അവിഹിത ബന്ധം ഉണ്ടാകുന്നു. സുജാതയെ അയാൾ സാമ്പത്തികമായി സഹായിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് സുജാതയ്ക്ക് കുറച്ച് ദിവസം ജോലിക്ക് പോകാൻ സാധിച്ചില്ല. ആ സമയത്ത് സുജാത തൻ്റെ മകളെ ജോലിക്കയച്ചു. ജോലിക്കെത്തിയ ഐശ്വര്യയുമായി തിരുമല റാവു അടുക്കുന്നു. ജോലിക്ക് പോയി വന്നതിന് ശേഷം തൻ്റെ മകൾക്കുണ്ടായ മാറ്റങ്ങൾ ആ അമ്മ ശ്രദ്ധിച്ചു. മുഴുവൻ സമയവും അവൾ ഫോണിലായിരുന്നു. ആരോടോ മണിക്കൂറുകളോളം സംസാരിക്കുന്നതായി കണ്ടു. താനുമായി ബന്ധം സൂക്ഷിക്കുന്ന അതേ തിരുമല റാവു തന്നെയാണ് തൻ്റെ മകളുടെയും കാമുകൻ എന്ന് സുജാത തിരിച്ചറിയുന്നു. തിരുമല റാവുവിന് സുജാതയോടുള്ള താല്പര്യം കുറഞ്ഞു വന്നു. ഇതിൽ കലിപൂണ്ട സുജാത മകളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് തീരുമാനിക്കുന്നു. മകളെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്താൽ തിരുമല റാവുവിന് തന്നിലേക്ക് തിരികെ എത്തുമെന്ന് അവൾക്ക് തോന്നി. അതിനാൽ എത്രയും പെട്ടെന്ന് വിവാഹം നടത്താൻ തീരുമാനിക്കുന്നു. അങ്ങനെ തേജേശ്വറുമായുള്ള വിവാഹം ജനുവരി 10 നടത്താൻ തീരുമാനിക്കുന്നു. എന്നാൽ വിവാഹത്തിന് സമ്മതമല്ലാതിരുന്ന ഐശ്വര്യ വിവാഹത്തിന് ഒരാഴ്ച മുൻപ് വീട് വിട്ട് ഒളിച്ചോടി പോകുന്നു. എന്നാൽ സുജാത ആത്മഹത്യാ ഭീഷണി മുഴക്കി അവളെ വീണ്ടും കല്യാണത്തിന് നിർബന്ധിച്ചു. അങ്ങനെ തിരിച്ചു വന്ന ഐശ്വര്യ തേജേശ്വറിൻ്റെ കാലു പിടിച്ച് കരഞ്ഞു. സ്ത്രീധനം കൊടുക്കാൻ പണമില്ലാത്തതിനാൽ അമ്മയെ വിഷമിപ്പിക്കേണ്ട എന്നു കരുതിയാണ് താൻ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയത് എന്ന് കള്ളം പറഞ്ഞു. അതിൽ മനസ്സലിഞ്ഞ തേജേശ്വർ വീട്ടുകാരുടെ എതിർപ്പിനെ വകവയ്ക്കാതെ വിവാഹം നടത്തി. ഇതേ തുടർന്ന് തേജേശ്വറിൻ്റെ ഇരട്ട സഹോദരൻ വീട് വിട്ട് വേറെ വീട്ടിലേക്ക് താമസം മാറ്റി. തേജേശ്വറുമായുള്ള വിവാഹശേഷവും ഐശ്വര്യ തിരുമല റാവുമായി ഫോണിൽ മണിക്കൂറുകളോളം സംസാരിച്ചു കൊണ്ടിരുന്നു. അതിനിടയിൽ തൻ്റെ സമ്മതമില്ലാതെ ഐശ്വര്യയുടെ വിവാഹം മറ്റൊരാളുമായി നടത്തിയതിൻ്റെ പേരിൽ തിരുമല റാവു സുജാതയുമായി തെറ്റിപ്പിരിഞ്ഞു. ഐശ്വര്യയെ തിരികെ തനിക്ക് കിട്ടിയാൽ മാത്രമേ സുജാതയുമായുള്ള ബന്ധം തുടരുകയുള്ളൂ എന്ന് തിരുമല റാവു അറിയിക്കുന്നു. തേജേശ്വറിനെ കൊന്നാൽ ഐശ്വര്യ തിരികെ വരുമെന്നും അപ്പോൾ തനിക്ക് അവളെ സ്വന്തമാക്കാമെന്നും തിരുമല റാവു സുജാതയെ അറിയിക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞ ഐശ്വര്യ ഇതിനെല്ലാം സപ്പോർട്ടായി നിന്നു എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. അങ്ങനെ ഒരുമിച്ച് ജീവിക്കാനുള്ള അമ്മയുടെയും മകളുടെയും അവരുടെ കാമുകനായ തിരുമല റാവുവിൻ്റെയും ആഗ്രഹം ചെന്നെത്തിയത് വളരെ ക്രൂരമായൊരു പദ്ധതിയിലേക്കായിരുന്നു. എന്താലേ, അമ്മയുടെയും മകളുടെയും അവിഹിതത്തിന് ബലിയാടാകേണ്ടി വന്നത് പാവം ഒരു മനുഷ്യൻ. അവരുടെ പ്ലാനിങ് ഇങ്ങനെയായിരുന്നു. ലോൺ ആവശ്യത്തിന് ബാങ്കിലെത്തിയ നാഗേഷ് എന്ന ക്രിമിനലിനെ കൂട്ടുപിടിച്ചായിരുന്നു തങ്ങളുടെ പ്ലാൻ അവർ നടപ്പിലാക്കിയത്. തേജേശ്വറിൻ്റെ ബൈക്കിൽ തിരുമല റാവു സംഘടിപ്പിച്ച ഒരു GPS ഐശ്വര്യ ഘടിപ്പിക്കുന്നു. അങ്ങനെ അവനെ ഫോളോ ചെയ്ത് ബൈക്കിൽ വെച്ച് കൊല്ലാൻ തീരുമാനിക്കുന്നു. എന്നാൽ ആ പ്ലാൻ 5 തവണ പരാജയപ്പെട്ടു. പിന്നീടാണ് ഭൂമി അളക്കാനുണ്ടെന്ന വ്യാജേന ഫോൺ വിളിച്ചത്. ആ കോൾ വന്നപ്പോൾ അവന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. പതിവ് പോലെ ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോഴും അവന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ജോലിക്കായി വിളിച്ച ആൾ താൻ കാറുമായി വരാമെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ ബൈക്ക് എടുത്തില്ല. കാറിൽ അവരോടൊപ്പം മറ്റു 3 പേരും കൂടി ഉണ്ടായിരുന്നു. എറവള്ളി എന്ന സ്ഥലത്തെ ഒറ്റപ്പെട്ട ഒരു ലേഔട്ടിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. മരിക്കുന്നതിന് മുൻപ് അവൻ അവരോട് ചോദിച്ചിരുന്നു, എന്തിനാണ് എന്നെ കൊല്ലുന്നത് എന്ന്. ഒരുപക്ഷെ അവൻ വിചാരിച്ചിരിക്കാം ഏതോ കവർച്ചക്കാരാണെന്ന്. ആ സമയത്തും അവൻ തൻ്റെ ഭാര്യയെ സംശയിച്ചു കാണില്ല. ഒരു ദാമ്പത്യ ജീവിതത്തിലെ സ്നേഹത്തിനും വിശ്വാസത്തിനും പകരമായി അവൻ നൽകേണ്ടി വന്നത് സ്വന്തം ജീവൻ തന്നെയായിരുന്നു. തേജേശ്വർ അവസാന നിമിഷം വരെ താൻ അപകടത്തിലാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. വിശദമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഐശ്വര്യ, അമ്മ സുജാത, തിരുമല റാവു എന്നിവരുടെ പങ്ക് പോലീസ് വിശദമായി പരിശോധിച്ചു. ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. പോലീസ് അന്വേഷണം പൂർത്തിയായി. പോലീസ് കോടതിയുടെ മുൻപിൽ കുറ്റപത്രം സമർപ്പിച്ചു. തേജേശ്വറിൻ്റെ ഭാര്യ ഐശ്വര്യ, അമ്മ സുജാത, ഇവരുടെ കാമുകൻ തിരുമല റാവു, K. നാഗേഷ് എന്ന ക്രിമിനൽ, കൂടാതെ തിരുമല റാവുവിൻ്റെ അച്ഛൻ തിരുപ്പതയ്യ എന്നിവരെ അറസ്റ്റ് ചെയ്തു. തിരുപ്പതയ്യ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനാണ് അറസ്റ്റിലായത്. അയാൾ ആന്ധ്രാപ്രദേശിലെ സ്പെഷ്യൽ പോലീസ് സേനയിലെ സബ് ഇൻസ്പെക്ടറായിരുന്നു. 3 പേരും മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകമാണ് ഇത് എന്നുള്ളതിന്
ശക്തമായ തെളിവുകൾ ലഭിച്ചു. ഇതുവരെയുള്ള പൊതുവിവരങ്ങൾ പ്രകാരം തേജേശ്വർ കൊലക്കേസിൽ അന്തിമ കോടതി വിധി വന്നിട്ടില്ല. കേസ് ഇപ്പോഴും വിചാരണാഘട്ടത്തിലാണ്. പ്രതികളായ ഐശ്വര്യ, സുജാത, തിരുമല റാവു എന്നിവർക്കെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയും വിചാരണ നടപടികൾ തുടരുകയും ചെയ്യുന്നു. അതിനാൽ ആരുടെയും കുറ്റം കോടതി അന്തിമമായി തെളിയിച്ചിട്ടില്ല. ഈ കേസ് സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അന്വേഷണത്തിൽ പുറത്തു വന്ന വിവരങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ. ഇത്തരം യഥാർത്ഥ ക്രൈം സ്റ്റോറികൾക്കായി ക്രൈം ഡീകോഡ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു യഥാർത്ഥ ക്രൈം സ്റ്റോറിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.